കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇന്ന് പത്രിക സമർപ്പിക്കും. അതേസമയം കോഴിക്കോട്ടെയും വടകരയിലെയും മറ്റ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി മുന്നോട്ട് പോകുന്നു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എപ്പോഴാണ് MK രാഘവൻ പത്രിക സമർപ്പിക്കുക? കോഴിക്കോട് വടകര മണ്ഡലങ്ങളിൽ ഇതുവരെ എത്ര സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിട്ടുണ്ട്? ലിബീഷ്, പ്രധാനമായും ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് MK രാഘവൻ പത്രിക സമർപ്പണം നടത്തുക. കോഴിക്കോട് വടകര നിയോജക മണ്ഡലങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു മുന്നണി സ്ഥാനാർത്ഥി ഇതാദ്യമായാണ് പത്രിക സമർപ്പിക്കുന്നത്. ഇതുവരെയായി കോഴിക്കോടും വടകരയിലുമായി പത്രിക സമർപ്പിക്കപ്പെട്ടത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടേതാണ്. അത് SUCയുടെ ബാനറിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടേതായിരുന്നു. എന്നാൽ ഒരു മുന്നണി സ്ഥാനാർത്ഥി ഇതുവരെ പത്രിക സമർപ്പിച്ചിരുന്നില്ല. MK രാഘവൻ ഇന്ന് UDFന്റെ സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കുകയാണ്. രാവിലെ 11 മണിക്ക് പ്രകടനമായി എത്തിയാണ് അദ്ദേഹം കളക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിക്കുക. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഏപ്രിൽ 3-നായിരിക്കും പത്രിക സമർപ്പിക്കുക എന്നുള്ളതാണ്. അതായത് LDF സ്ഥാനാർത്ഥി എളമരം കരീമും NDA സ്ഥാനാർത്ഥി MT രമേശും ഒപ്പം തന്നെ വടകരയിലെ UDFന്റെയും LDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ ഷാഫി പറമ്പിൽ, KK ശൈലജ, CR പ്രബുൽ കൃഷ്ണൻ ഇവരെല്ലാം തന്നെ ഏപ്രിൽ 3-നാണ് പത്രിക സമർപ്പിക്കുക. വയനാട് മണ്ഡലത്തിന്റെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. രാഹുൽ ഗാന്ധി, ആനി രാജ തുടങ്ങിയവർ ഏപ്രിൽ 3-നാണ്. K സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കുന്നത് സംബന്ധിച്ച തീയതിയിൽ വ്യക്തത കൈവരുന്നതേ ഉള്ളൂ. അത്തരത്തിൽ അതായത് ഏപ്രിൽ 3 മറ്റുള്ള സ്ഥാനാർത്ഥികളുടെ പര്യടനം. എന്തായാലും ഇന്ന് മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ സജീവമായി പര്യടന രംഗത്തുമുണ്ട്. കാരണം ഷാഫി പറമ്പിൽ ഇന്ന് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ വിവിധ പരിപാടികളിലാണ് പങ്കെടുക്കുന്നത്. അതേസമയം ശൈലജ ടീച്ചർ, വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ ഇന്ന് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലാണ് അവരുടെ പൊതുപര്യടനം തുടരുന്നത്. ഈ കോഴിക്കോട് മണ്ഡലത്തിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ LDF സ്ഥാനാർത്ഥി എളമരം കരീം ഇന്ന് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അല്പസമയത്തിനകം ഉമ്മളത്തൂരിൽ നിന്നും പര്യടനം ആരംഭിക്കും. തുടർന്ന് രാത്രി 8:30 ചരിത്ര പ്രസിദ്ധമായ കുറ്റിച്ചിറ കുളത്തിന് സമീപത്തായാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പര്യടനം സമാപിക്കുന്നത്. എന്നാൽ MT രമേശ് ഇന്ന് പൊതുപര്യടനമില്ല. പകരം അദ്ദേഹം ഇന്ന് പ്രമുഖ വ്യക്തിത്വങ്ങളെ കാണുന്ന തിരക്കിലാണ് ഉള്ളത്. ഒപ്പം തന്നെ ചില സ്ഥാപനങ്ങളും സന്ദർശിച്ചേക്കുമെന്ന സൂചനകളാണ് NDA വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ശരി റിയാസ്, കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇന്ന് പത്രിക സമർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ മലബാർ മേഖലയിലെ മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു.